സ്കൂളിൽ വെച്ച് റിപ്പോർട്ട് മാറിപ്പോയി ഞങ്ങൾ അറിഞ്ഞില്ല അമ്മേ. പപ്പി റിപ്പോർട്ട് ഒപ്പിടിക്കാൻ മറന്നു. സ്കൂളിൽ എത്തിയപ്പോഴാ ഓർത്തെ. അപ്പോ രണ്ടുപേരുടെയും പ്രോഗ്രസ് റിപ്പോർട്ടിൽ പപ്പിയുടെ വല്യച്ഛനെ ഒപ്പിട്ട്? അതെ. ശരിക്കും അച്ഛൻ തന്നെയാ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒപ്പിടേണ്ടത്. അതിന് എന്റെ അച്ഛൻ വിദേശത്തല്ലേ. പപ്പിയുടെ അച്ഛനാണ് ഒപ്പിടാനും മറന്നു. അബദ്ധം പറ്റിയതാ അമ്മേ, എന്നാലും സോറി. സാരമില്ല മോളെ, നല്ല മാർക്കുണ്ടല്ലോ. മോളെ പൊയ്ക്കോ. അമ്മ റിപ്പോർട്ട്. ഞാനേ ഈ മാർക്കൊക്കെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് നാളെ രാവിലെ തരാം. ദൈവമായിട്ട് ചില അടയാളങ്ങളും സൂചനകളും ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. അത് കണ്ടെങ്കിലും അയ്യോ, ചടങ്ങിന്റെ കാര്യം കളക്ടറെ ഒന്ന് ഓർമ്മിപ്പിക്കണമായിരുന്നല്ലോ. കളക്ടർ മാഡത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് അല്ലേ? അതെ. നാളത്തെ സമൂഹ വിഭാഗത്തിന്റെ കാര്യം മാഡത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ച. അമ്മ മനസ്സല്ലേ? ആ അതെ മാഡം. അതെ, കളക്ടർ മാഡത്തിന്റെ നാളത്തെ പ്രോഗ്രാംസിന്റെ കൂട്ടത്തില് അതും ചാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ 11 മണിയല്ലേ? അതെ മാഡം. കളക്ടർ സമയത്ത് തന്നെ എത്തുമല്ലോ അല്ലേ? ഷുവർ. എന്നാ ഞാൻ വെച്ചോട്ടെ മാഡം. ഓ ഓ സത്യാമ്മ എത്തും, കളക്ടർ മാഡവും എത്തും. ആ എന്റെ ഒരു ഗതികേടെ ആശം പിടിച്ചവളുടെ മുഖം കാണുകയെന്ന് വിചാരിച്ചിട്ട് അവളുടെ സെക്യൂരിറ്റി ചുമതല കിട്ടിയല്ലോ. ഇതിനേക്കാൾ ഗതികെട്ടവൻ വേറെ ഉണ്ടാവില്ല. ഭഗവാനെ. ACP സാറേ. ഓ യെസ് മേഡം. താങ്കൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നി, എന്തോ ജീവഭയം ഉള്ളതുപോലെ. അല്ല, അപ്പോഴാണല്ലോ ചിലർക്ക് ഈശ്വരവിചാരം കൂടുന്നത്. എനിക്കങ്ങനൊന്നുമില്ല മേഡം. എന്തില്ലാന്ന് ഈശ്വരവിചാരം? മനുഷ്യനായ കുറച്ച് നന്മയും ഈശ്വരവിചാരവും ഒക്കെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താനു, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ് മാഡം. പക്ഷേ ചന്ദ്രബോസ് സാറിന്റെ കാര്യത്തിൽ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണോ എന്നൊരു സംശയം. ആണോ ACP സാറേ? വിഷമമുണ്ട് മേഡം. രാവിലെ തന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പരിഹസിക്കരുത്. ഞാൻ മേഡത്തിന് ഒരു ആപത്തും കൂടാതെ യാത്ര പൂർത്തിയാക്കാൻ കഴിയണമെന്ന് മനം ഒരു ഈശ്വരനോട് പ്രാർത്ഥിച്ചാണ് വേണം. ആണോ? ACP സാറിന്റെ നല്ല മനസ്സിനെ ഞാൻ അങ്ങ് തെറ്റിദ്ധരിച്ചു.
ഓ ഓ ഓ അനു കേട്ടല്ലോ സാറ് പറഞ്ഞതങ്ങ് വിശ്വസിച്ചേക്കണം കേട്ടോ. ശരി മാഡം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ മൂദേവി. എന്നെങ്കിലും ഈശ്വരനോ ചെകുത്താനോ എനിക്കൊരു അവസരം തരും നിന്നെ പൂട്ടാൻ. ആട്ടിൻ തോലിട്ട ചെന്നായാണ് നിങ്ങളെന്ന് എനിക്ക് നന്നായി അറിയാം മിസ്റ്റർ ചന്ദ്രബോസ്. നിങ്ങളുടെ തൊലി ഉരിക്കാൻ തൽക്കാലം ഒരു സൗഹൃദം കാണിക്കുന്നേ ഉള്ളൂ ഞാൻ. എന്താ മാഡം? അനു ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാംസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തേ. ഞാനത് മനസ്സിലൊന്ന് അടുക്കിക്കോട്ടെ. ആ ശരി മാഡം. ആദ്യം അമ്മ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന സമൂഹ വിവാഹം. അതിനുശേഷം കളക്ടർ ഓഫീസിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ച ഒഫീഷ്യൽ മീറ്റിംഗ്. ഓക്കെ. സുരേഷേ, ഒന്ന് പെട്ടെന്ന് പോ, ചടങ്ങിന് സമയമായി. ശരി സത്യാണ്. ആ ഹലോ. വിഷ്ണു, നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് താലികളും മാലകളും ഒക്കെ എടുത്തല്ല? ആ എടുത്തെടുത്തു. ആ പെട്ടെന്ന് വാ. ആ ശരി. ആ ശിവദാസേ, സത്യമേ എവിടെയാ? ഞാൻ വന്നോണ്ടിരിക്കുക ശിവദാസേ, കാറില്. എല്ലാവരും എത്തി. സത്യാമ്മ കൂടി വന്നിരുന്നെങ്കിൽ നമുക്ക് തുടങ്ങാമായിരുന്നു. വിഷ്ണു താലികളും മാലകളുമായിട്ട് ഇപ്പൊ അങ്ങ് എത്തും. നിങ്ങൾ തുടങ്ങി വെച്ചോ, ഞാൻ ഇതാ എത്തി. ഓ ശരി സത്യാമ്മേ. ആ സുരേഷേ, അല്പം വേഗം പോ, അവിടെ ചടങ്ങ് തുടങ്ങാൻ പോവാ. അനു ഇന്ന് വിവാഹത്തിനെത്തുന്ന പെൺകുട്ടികളുടെ പേര് വിവരങ്ങളൊന്ന് കളക്ട് ചെയ്തേക്കണം. ശരി മാഡം. വിദ്യാഭ്യാസ യോഗ്യതയും മറ്റും വിശദമായിട്ട് എഴുതി വാങ്ങിക്കണം. ശരി മാഡം. അല്ല, അതുകൊണ്ട് എന്താ മാഡം കാര്യം? പാവപ്പെട്ട പെൺകുട്ടികളല്ലേ അനു, ആരുടെയും വലിയ പിന്തുണയൊന്നും ഇല്ലാതെയല്ലേ കല്യാണം പോലും നടക്കുന്നേ. എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് സഹായിക്കണം. മേഡം ആ പറഞ്ഞത് ശരിയല്ല. എത്രയോ സമ്പന്നരായ നല്ല മനസ്സുള്ള മുതലാളിമാരും മനസ്സ് വെച്ച് നടത്തുന്ന വിവാഹം ഇപ്പോൾ കളക്ടർ തന്നെ നേരിട്ട് പങ്കെടുക്കുന്നു. സാധാരണ പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഭാഗ്യമാണോ ഇത്? ഇനി അവർക്ക് എന്ത് സഹായം ചെയ്യാനാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല മേഡം. പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്തൊരു ജീവിതം എന്തുമാത്രം പ്രശ്നങ്ങൾ നിറഞ്ഞതാണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. ദാരിദ്ര്യം കൂടി കടന്നതിന്റെ ഓർമ്മ പുതുക്കാൻ ഇന്നൊരു താലിമാല എടുത്തു കൊടുത്ത് കൈകഴുകി പോരാൻ മനസാക്ഷി ഇല്ലാത്തവർക്ക് പറ്റും. പക്ഷെ ഞാനങ്ങനെ ചെയ്യില്ല.
നമുക്ക് പറ്റുന്ന പോലെ തൊഴിലവസരങ്ങൾ കണ്ടുപിടിച്ച് ആ പെൺകുട്ടികളെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഉദ്യോഗങ്ങളിലാക്കാൻ ശ്രമിക്കണമല്ലോ. അതെ മാഡം. ഇതെന്താടെ ഒച്ച എഴിയുന്നത് പോലെ കാറ് പോകുന്നത്? ഇതിനേക്കാളും ഭേദം ഞാൻ ഇറങ്ങി നടക്കുന്നതാണല്ലോ. അത് എഞ്ചിൻ പണി കഴിഞ്ഞേ ഉള്ളൂ സത്യാമ്മേ. ഓവർ സ്പീഡ് എടുത്താൽ. ഓ അത് ശരി. എനിക്ക് സമയത്തിനും കാലത്തിനൊക്കെ ചടങ്ങിനെത്താനുള്ളതാ, അതറിയാലോ അല്ലേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സമയമുണ്ടല്ലോ. ഈ പോക്ക് പോയാ സമയം തീരാൻ അധികം നേരമൊന്നും വേണ്ട. എന്തായാലും കല്യാണത്തിനുള്ള താലിമാലയൊക്കെ കൊടുക്കുന്നതല്ലേ. മാലതയും കൂടി ഒന്ന് അറിയിച്ചേക്കാം. അവക്കേ ചില കാര്യങ്ങളിലൊക്കെ ഒരു പുച്ഛം. ഹലോ ഹലോ മാലതിയല്ലേ? ആ പറയൂ ഭാമേ. എടേ ഞാൻ വിളിച്ചതേ, ഇന്നേ ഒരു സമൂഹ വിവാഹം ഞാൻ നടത്തുന്നുണ്ട്. മേഡം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അല്ല, ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് ജോലി കൊടുക്കുമെന്ന് മേഡം പറഞ്ഞല്ലോ. മേഡം, എന്റെ പരിചയത്തിലും ചില പാവപ്പെട്ട സ്ത്രീകളുണ്ട്. അവർക്ക് എന്തെങ്കിലും ജോലി കൊടുത്താൽ വലിയ സഹായമായിരിക്കും മേഡം. ACP സാറിന് ഇത്രയും നല്ല മനസ്സുണ്ടോ? ഓ ശരി, ആരൊക്കെയാ പാവങ്ങള്? ഏത് ഓർഫനേജിലാണ് അവരുടെ താമസം? അയ്യോ, ഓർഫനേജ് ഒന്നുമല്ല മേഡം, നമ്മുടെ RTP നഗറിലാണ്. അതൊരു റെസിഡൻസ് ഏരിയ അല്ലേ? സമ്പന്നർ താമസിക്കുന്ന സ്ഥലം. പുറമേ നിന്ന് നോക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ വലിയ ഏകാന്തത അനുഭവിക്കുന്ന സ്ത്രീകളാണ് മേഡം. എന്നും എന്നോട് പരാതി പറയും. മനസ്സിലായി. ഒരു ACPയെ വിളിച്ച് ഇന്നും തങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തതയെക്കുറിച്ച് പരാതി പറയുന്ന കൊച്ചമ്മമാരെ കുറിച്ച് കൂടുതൽ പറയണമെന്നില്ല. നിങ്ങൾ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരു പഴുത് കിട്ടിയ സൂചി ഏറ്റൻ്റെ അടുത്ത് തൂമ്പാക്കേറ്റുന്ന സാമർഥ്യക്കാരൻ. പണ്ട് അറബിയുടെ കൂടാരത്തിൽ കയറി പറ്റിയ ഒരു ഒട്ടകത്തിന്റെ കഥ ഞാൻ പഠിച്ചിട്ടുണ്ട്. രാത്രിയിലെ തണുപ്പിൽ കാല് മറയ്ക്കാൻ കൂടാരത്തിൽ ഇടം ചോദിച്ച ഒട്ടകം ഒടുവിൽ ആ കൂടാരം തന്നെ സ്വന്തമാക്കി അറബിയെ പുറത്താക്കി. ACP സാറായിരുന്നു ആ സ്ഥാനത്തെങ്കിലേ ആ മരുഭൂമി തന്നെ മറിച്ച് വിറ്റാനെ. ശരിയല്ലേ? എന്തു പറ്റി? എന്തിനാ നിർത്തിയത്? ഞാൻ നിർത്തിയതല്ല, വണ്ടി തനിയെ നിന്നത്. സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ സത്യാമ്മേ. ചതിച്ചോ? ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയേ. സമയം ഒരുപാടായല്ലോ. ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. ആ പെട്ടെന്ന് നോക്കിയേ. എന്തായി? എന്താണെന്ന് മനസ്സിലാവുന്നില്ല സത്യാമ്മേ. എന്തൊരു കഷ്ടം ഇത്.
ശോ, സംഘാടകരാണല്ലോ. ഇനി ഇവരോടിപ്പോ ഞാൻ എന്തു പറയും? ഹലോ, സത്യമേ എവിടെയാ? ഞങ്ങളെല്ലാരും വെയിറ്റിംഗിലാ. എവിടെ എത്തി? എന്തു പറയാനാ? ഞാൻ വന്ന് വണ്ടി കേടായി വഴി കിടക്കുക. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. ആ, സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. ദേ, നിങ്ങൾ പേടിക്കണ്ട, സമയത്ത് തന്നെ ഞാൻ അങ്ങ് എത്തിക്കോളാം. എന്തായിടോ, വല്ല നടക്കോ? പേടിക്കണ്ട, നമുക്കൊരു മെക്കാനിക്കിനെ വിളിക്കാം. മെക്കാനിക്ക് വന്ന് നന്നാക്കിട്ടെ ഇനി ഞാൻ എപ്പോ പോകാനാ? പിന്നെന്ത് ചെയ്യും? ഇറങ്ങി പുറപ്പെട്ടു പോയില്ലേ, ഇനി ഞാൻ നടന്നോളാം. അല്ല സത്യമേ, അത് ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ശോ, ഹലോ, ശരി, ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാം. എന്താ മാഡം? ഞാനിവിടെ സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കുന്ന കാര്യം അറിഞ്ഞിട്ട് വിളിച്ചത്. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നടത്തിപ്പുകാരാ. അവർക്ക് 1-2 ഓർഫനേജുകളുണ്ടെന്ന്. അവിടുത്തെ ചില കുട്ടികൾക്ക് വിവാഹപ്രായമായിന്ന്. ഇനി അങ്ങനെ എന്തെങ്കിലും ചടങ്ങുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്ന്. നല്ല കാര്യമല്ലേ മാഡം? എന്ത് നല്ല കാര്യം? ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാ. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതെങ്ങനെ ACP സാറിന് അറിയാം? ഇതൊക്കെ കേൾക്കുമ്പോഴേ അറിയാം മേഡം. ഈ മട്ടിലായിരിക്കും അപ്പൊ നിങ്ങളുടെ കേസ് അന്വേഷണവും അല്ലേ? കേൾക്കുമ്പോഴേ അറിയായിരിക്കും ആരാണ് വാദിയെന്നും ആരാണ് പ്രതിയെന്നും ഒക്കെ. സംശയം എന്താ മേഡം? കേസിന്റെ മണം കിട്ടിയാൽ മതി, ഞാൻ പറയും എന്താ അവിടെ നടന്നത്. അങ്ങനെ ഘ്രാണിച്ചും കബഡി നിരത്തിയും ഓരോന്ന് കണ്ടുപിടിക്കാനല്ല നിങ്ങൾക്ക് ഈ കാക്കി തയ്ച്ചു തന്നിരിക്കുന്നത്. തെളിവും സാക്ഷികളും മറ്റു വസ്തുതകളും ചേർത്ത് വെച്ച് അന്വേഷണം നടത്താനാ. അതെങ്ങനെയാ? കള്ളന് കഞ്ഞി വെക്കാൻ റേഷൻ കട കൊള്ളയടിച്ച് ശീലിച്ചവരല്ലേ, എങ്ങനെ നേരെയാവാനാ? ശോ, ഏത് കഷ്ടകാലം പിടിച്ച സമയത്താണോ ആ വണ്ടിയായിട്ട് പോരാൻ തോന്നിയത്? ഇവിടെ ആണെങ്കിൽ ഒരു വണ്ടിയും കിട്ടാനുമില്ല. ഒന്ന് ശ്രദ്ധിക്കുന്ന പോലുമില്ല. അടുത്തു, ഇനി എത്ര ദൂരം നടന്നാലാ? ഈശ്വര, മുഹൂർത്ത സമയത്ത് ചെല്ലാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. കഷ്ടം. ദാഹിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? BP യുടെ ഗുളിക പോലും എടുത്തിട്ടില്ല. നടന്നെത്താൻ പറ്റുമെന്ന് നോക്കാം.